പി വി അൻവർ, നമസ്കാരം. എന്താണ് സംഭവിച്ചത്? പോത്തുകല്ലിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? പോത്തുകല്ലിൽ ഇപ്പൊ നമ്മുടെ വിഷയം ഈ പറയുന്ന വയനാടിന്റെ മേപ്പാടിയുടെ നേരെ താഴെയാണ് ഈ മുണ്ടേരി പ്രദേശം. ഉരുൾപൊട്ടി ഉണ്ടായ വെള്ളത്തിന്റെ വലിയൊരു വിഭാഗം ഈ പ്രദേശത്തേക്കാണ് ഒഴുകിയെത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പുഴയുടെ തീരങ്ങളിലൊക്കെ രാത്രി കുറച്ച് പ്രതിസന്ധിയായിരുന്നു. ആളുകളെ മാറ്റി പാർപ്പിച്ചു. ഇപ്പൊ കോടികള് മുകളില് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ 4 ബോഡി ഇപ്പോൾ കിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വേറൊരു 6 ബോഡി മറ്റൊരു സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം ഒരുമിച്ച് അടിഞ്ഞു കിടക്കുന്ന വിവരം കിട്ടിയിട്ട് അങ്ങോട്ട് NDRF ആളുകളും അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. പുഴ വളരെ ശക്തമായ കുത്തൊഴുക്കിലാണുള്ളത്. ഇത് ഇരുവഴിഞ്ഞിപ്പുഴയാണോ ഇത്, അതോ ചാലിയാറോ? അതെ അതെ അതെ. ഹലോ, കേൾക്കാം. അതായത് 10 മൃതദേഹങ്ങൾ മൊത്തം ആ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട്. 6 എണ്ണം മറുകരയിലും 4 നമ്മൾ ഹോസ്പിറ്റലിൽ 4 നമ്മൾ കൺഫേം ആയി ഹോസ്പിറ്റലിൽ 6 കൂടി ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയ സ്ഥലത്തേക്കാണ് ആൾ പോയിട്ടുള്ളത്. പോലീസുണ്ട്, NDRF ഉണ്ട്. ഈ നമ്മുടെ നിലമ്പൂർ പോത്തുകൽ ഭാഗത്ത് ഏതെങ്കിലും അതിന്റെ ഈ പുഴ കരകവിഞ്ഞൊഴുകിയത് മൂലമുണ്ടാകുന്ന ആൾനാശമോ മറ്റു വീടുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല? ഇല്ല, ഇവിടെ ഇപ്പൊ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് വീടുകളിൽ വെള്ളം കയറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഏകദേശം 2 മണിക്കൂറാണ് ഈ ഉരുൾപൊട്ടലുണ്ടായി. ഒരു 3-3.5 മണിക്കൂറോട് കൂടി ഈ വെള്ളം ഇവിടെ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെട്ടതാണ്. ആ ഒരു സമയത്ത് 2 മണിക്കൂറോളം നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഒരുപാട് വീടുകളിൽ വെള്ളം കയറി. ആളുകളൊക്കെ മുൻകൂട്ടി നമ്മുടെ മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ദിവസമായിട്ട് കാലാവസ്ഥ മാറിയപ്പോഴേ മാറ്റി പാർപ്പിച്ചു. ശരി, പി വി അൻവർ എംഎൽഎ, ഇതിനകത്തൊരു ഒരു ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ആശങ്കപ്പെടുത്തുന്നത് ഈ മുണ്ടക്കൈ ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കിപ്പോഴും കൃത്യമായ ധാരണയില്ല. നമ്മളിപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകർക്കൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുന്നത് വളരെ ഭീതിതമായ ദൃശ്യങ്ങളാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളും മണ്ണിനടിയിൽപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. 10-20ഓളം വീടുകൾ കാണാനില്ല ആ ഭാഗത്ത്. അതിലാണ് ഒരു ആശങ്കയുള്ളത്. എന്തായാലും അങ്ങ് അവിടെ തുടരുക. നമ്മൾ കൃത്യമായ വിവരത്തിന് വേണ്ടി അങ്ങേ ബന്ധപ്പെടാം. ഇപ്പോൾ പോത്തുകൽ ഭാഗത്തേക്ക് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളുടെ കാര്യമാണ് പി വി അൻവർ പറഞ്ഞത്. നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ, എത്ര ഭീതിതമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ പ്രഭാതത്തിൽ കാണുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, നടുക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. വയനാടിൻ്റെ ഹൃദയം പിളർന്നുകൊണ്ടാണ്, വയനാടിൻ്റെ 2 ഗ്രാമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് വെള്ളാർമലയുടെ ഭാഗത്ത് നിന്ന് ചൂരൽമലയിലേക്ക് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഒലിച്ചിറങ്ങിയ ഉരുൾപൊട്ടലിൽ വീടുകൾ തകർന്നത്, വാഹനങ്ങൾ തകർന്നത്, ജീവന് നാശം സംഭവിച്ചിരിക്കുന്നത്.